പോത്തുകൽ മെഡിക്കൽ ഓഫീസറെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധം ശക്തമാക്കുന്നു. രോഗീ പരിചരണവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഫീൽഡ് വർക്കുകളുടെ മേൽനോട്ടവും ഒരുമിച്ച് നിർവഹിക്കേണ്ട വിഷമകരമായ സാഹചര്യത്തിലാണ് എല്ലാ മെഡിക്കൽ ഓഫീസർമാരും ജോലി ചെയ്യുന്നതെന്ന് KGMO ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിദിനം 400-ൽ പരം OP രോഗികളും ഫീൽഡ് വർക്ക്, ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പുകൾ, അവലോകന യോഗങ്ങൾ എന്നിവയുടെ ചുമതല വഹിക്കുകയും ചെയ്തിരുന്ന മെഡിക്കൽ ഓഫീസറെ മാറ്റിയ നടപടി നീതീകരിക്കാനാവുന്നതല്ല. സ്ഥിരം ഡോക്ടർമാരുടെ 3 തസ്തികകൾ ഉണ്ടായിരിക്കെ 2 ഡോക്ടർമാരെ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നടപടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമായി. ഫീൽഡ് ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ദൌർലഭ്യമുള്ള സ്ഥാപനത്തിൽ പകരം ജീവനക്കാരെ നിയമിക്കുന്നതിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ടതിലും വീഴ്ച വരുത്തിയ അധികാരികൾ വീഴ്ച മെഡിക്കൽ ഓഫീസറുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും KGMO ഭാരവാഹികൾ ആരോപിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇതിൽ കുറ്റക്കാരാണ്. സ്ഥാപന ചുമതല വഹിക്കുന്ന മെഡിക്കൽ ഓഫീസർമാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന നടപടികളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഡോക്ടർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തണമെന്നും KGMOA ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത്തരം ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാതെ ഡോക്ടറെ കുറ്റക്കാരനാക്കിയിട്ട് ഡോക്ടർക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് അപ്പൊ പൊതുജനങ്ങളുടെ മുന്നിൽ ഡോക്ടർ വലിയ കുറ്റക്കാരനായി. വളരെ ആത്മാർത്ഥതയും കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടർ, വളരെ സിൻസിയറായിട്ട് പേഷ്യൻസിനെ നോക്കിയിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തിയിരുന്ന ഒരു ഡോക്ടറുടെ മൊറയിൽ തകർക്കുന്ന ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ആരോഗ്യവകുപ്പും കൂടി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെ സംസ്ഥാനത്ത് തന്നെ ശക്തമായ രീതിയിലുള്ള വികാരവും ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും തുടങ്ങുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സംസ്ഥാന നേതൃത്വം തന്നെ ഏറ്റെടുത്തു. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഞങ്ങളുടെ KGMOയുടെ സംസ്ഥാന കമ്മിറ്റി പത്രപ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഈ തെറ്റായ നടപടി പിൻവലിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങും. ഞങ്ങൾ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും വളരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പവർ ഷോർട്ടേജും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും കാരണമാണ് ഇതുപോലെയുള്ള ലാബ്സുകൾ ഉണ്ടാവുന്നത്. അതിന് ഡോക്ടറല്ല കുറ്റക്കാരനാണ്. ആ സിസ്റ്റത്തിന്റെ ഫെയിലിയറിന് ഡോക്ടറെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റുള്ള ജീവനക്കാരെയോ അല്ല ഇതാക്കേണ്ടത്. അത് മാറ്റാനുള്ള നടപടികളാണ് നടത്തേണ്ടത്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് നടന്ന 3 മരണങ്ങളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KGMO ഭാരവാഹികളായ ഡോക്ടർ M മുരളീധരൻ, ഡോക്ടർ ജാനിഫ് കറുമണ്ണിൽ, ഡോക്ടർ A അബ്ദുൽ ജലീൽ, ഡോക്ടർ ദീപക് K വ്യാസ്, ഡോക്ടർ CP മുഹമ്മദ് സഹീർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.